അവിടെ നോട്ടം. അപ്പോൾ ആ കടയിൽ ഏതെടുത്താലും 10 രൂപ എന്ന് പറഞ്ഞ കാരണം എല്ലാവരും ഭയങ്കര തിരയില. നല്ല ചെത്തുക്കൾ കട. ഇങ്ങനത്തെ മോതിരങ്ങൾ, ഇങ്ങനത്തെ കല്ല മോതിരൊക്കെ 30 രൂപ. നമ്മള് ഗോൾഡൻ മാർക്കറ്റ് കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഫുട്പാത്തുകളിൽ ഇപ്പൊ തൃശ്ശൂരുള്ളവർക്ക് അറിയാം, ഫുട്പാത്തുകളിലേക്കും കുറെ കച്ചവടക്കാരുണ്ടായിരുന്നു നമുക്ക് ശക്തൻ സ്റ്റാൻഡിന്റെ അടുത്ത് വെക്കും. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു കോർപ്പറേഷൻ വന്നിട്ട് ഒരു ബിൽഡിംഗ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഗോൾഡൻ മാർക്കറ്റ് എന്ന് പറയണത്. അപ്പോ അവിടെ ഇപ്പൊ എങ്ങനെയാണ് അവർക്ക് ഇരിക്കണ ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ ഇതില് പകർത്തുന്നുണ്ട്. ചെറിയൊരു പാർക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ചെടികളൊക്കെ ആകെ കരിഞ്ഞു പോയില്ലേ. സെൽഫി ബോർഡാ. പാർക്ക്, ഗോൾഡൻ മാർക്കറ്റ് പാർക്ക്. ഓണം കഴിഞ്ഞപ്പോൾ എല്ലാവരും അടച്ചു പോയി. ഓണത്തിന് സമയത്ത് നല്ല തിരക്കായിരുന്നു. ഇത് ഓപ്പൺ ചെയ്തിട്ട് അടച്ചു. അപ്പുറത്തെ സൈഡ്, ഈ സൈഡിലേക്ക് ഷട്ടറുകൾ ക്ലോസ്ഡാ. ഇല്ലയെന്ന് തോന്നുന്നു ഇവിടെ നിന്ന്. ഇതൊക്കെ വാടകക്കാർ പോയതാണ്. കുട്ടികൾക്കുണ്ട് നിനക്ക്. ഇത് ഗേറ്റ് 3. ഇവിടെ നമ്മൾ കടന്നത് ഗേറ്റ് 1, ഗേറ്റ് 2, പിന്നെ ഇവിടെ ഗേറ്റ് 3, അപ്പുറത്ത് ഗേറ്റ് 4. ഇവിടെയാണ് കടകൾ നിറഞ്ഞിരിക്കുന്നത്. വിത്തുകളുണ്ടല്ലോ, അമ്മ കണ്ടില്ലേ. ഗോൾഡൻ ചട്ടി. ഗോൾഡൻ മാർക്കറ്റിൽ ഗോൾഡൻ ചട്ടിയാണോ? സ്റ്റേഷനറി. നമ്മൾ അന്ന് കണ്ട ലൈറ്റ് ഇവിടെ ഇല്ലല്ലോ, കാണാനില്ല. നമ്മൾ അതറ്റത്തില്ല കണ്ട്. ഇവിടെ നേരമില്ലേ.
ശരി ചേട്ടാ, ശരി ശരി ചേട്ടാ. ചായ കുടിക്കാം. വേണ്ട വേണ്ട, കുടിച്ചിട്ട് ഇറങ്ങി. ഇങ്ങനത്തെ മോതിരങ്ങൾ 30. ഇങ്ങനത്തെ കല്ല് മോതിരൊക്കെ 30 രൂപ കേട്ടാ. ഇപ്പോൾ ഓണത്തിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് കാരണം ഇവിടെ കുറേ കടകളൊക്കെയും അതുകൊണ്ട് അടച്ചിട്ടിരിക്കണേന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിലല്ലേ ഇവിടെ തിരക്കാവെന്ന് പറഞ്ഞു. ഞായറാഴ്ച ദിവസം ഇവിടെ എല്ലാ കടകളും ഉണ്ടാവും. നല്ല തിരക്കാവും. എന്താ ഇവിടെ നോട്ടം? ഇവരോട് ചോദിച്ചോ, ഇവൾക്കറിയാം. നീ പിടിക്കാൻ നോക്കിയേ. നമ്മൾ ആ കടയിൽ ഏതെടുത്താലും 10 രൂപ എന്ന് പറഞ്ഞ കാരണം എല്ലാവരും ഭയങ്കര തിരയില, ഏതാണ് എടുക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ. വൈക്കം കിട്ടിയാള് മറ്റേ ഫോഴ്സിന്റെ അല്ലേ? കളർ ഏതായി? ഇതെടുത്തോ. സാധാരണ പൈപ്പ് അവരവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ സമയമാവും. നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളൊന്ന് ജസ്റ്റ് നടന്ന് കാണാം. ഇവിടെ ബക്കറ്റുകളും അങ്ങനത്തെ ഐറ്റംസ് അവിടെ മൊത്തം ഈ സൈഡ്. തുടക്കത്തിൽ ഇലക്ട്രോണിക്സ്, പിന്നെ ലേഡീസ് ഐറ്റം എന്ന് പറയുന്നത് ഗേറ്റ് 3-ലാണ് ലേഡീസ് ഐറ്റംസും കാര്യങ്ങളും വരുന്നത്. ഇവിടെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ കുറേ എണ്ണം അടച്ചിട്ടുണ്ട്. കാരണം ഓണത്തിന് പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് എല്ലാവരും നാട്ടിലേക്ക് ഓണമായിട്ട് ആഘോഷിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഓണം കഴിഞ്ഞാൽ നമുക്ക് അധികം ഇപ്പോൾ ആ ക്രൗഡ് കാണുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വരണം. ഇപ്പോൾ നമ്മൾ ഇട ദിവസം വന്നത് നമുക്ക് ജസ്റ്റ് കുറച്ച് ഫ്രീ ആയിട്ട് എടുക്കാനായിരുന്നു. പക്ഷേ ശരിക്കും കാണാൻ രസം ക്രൗഡൊക്കെ ഉള്ളപ്പോഴാണ്. പിന്നെ അവിടെ നമ്മൾ ബാഗുകളൊക്കെ കണ്ടല്ലോ. ഇവിടുത്തെ ഇത് നമ്മൾ പല ബ്രാൻഡിൻ്റെ പേര് കാണാം, പക്ഷേ എല്ലാം സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ബ്രാൻഡഡ് ആയിരിക്കില്ല. പിന്നെ ചിലപ്പോൾ യൂസ്ഡ് ആയിരിക്കാം. അങ്ങനെ പല ഇതും സെക്കൻഡ് ക്വാളിറ്റി ഐറ്റംസ് ആയിരിക്കും. അതുകൊണ്ട് റേറ്റുകൾ കുറവായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ ചീപ്പാണെന്ന് പറഞ്ഞാൽ ചീപ്പ് ഐറ്റംസും കിട്ടും, അല്ലാത്തതും കിട്ടും. പക്ഷെ നോക്കി വാങ്ങി. ഇവിടെ തെരച്ചിൽ ഇതുവരെ കഴിഞ്ഞില്ലേ? തീരുമാനമായോ?
ഇത് നമ്മുടെ ശക്തനിൽ നിന്ന് വരുന്ന വഴിയാണ്. അതായത് KSRTC ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഈ വഴിക്ക് വരും. ഇങ്ങനെ പോയിട്ട് അവിടേക്ക് നമ്മൾ ശക്തൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ ആയിരിക്കും. അപ്പോൾ ആ പോണ വഴിയിലാണ് നമുക്ക് ഗോൾഡൻ മാർക്കറ്റ് ഉള്ളത്. 4 ഗേറ്റുകൾ ഇവിടെ ഉണ്ട്. 4 ഗേറ്റിൽ ആദ്യത്തെ ഗേറ്റിൽ തുണികളും ഇതും എല്ലാ ഗേറ്റിലും കുറച്ച് ഉണ്ടാവും. പക്ഷേ കൂടുതൽ ജെൻസ് ഐറ്റംസ് വന്നിട്ട് ഫസ്റ്റ് 2 ഗേറ്റിലായിരിക്കും. പിന്നെ 3-ാമത്തെ 4-ാമത്തെ ആയിരിക്കും ലേഡീസ് ഐറ്റംസ് കൂടുതൽ ഇവിടെ കാണാം. ഇവിടെ ബസ് ഇറങ്ങുന്നവർക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? കോള്. ഇവിടെ മീനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ കോളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല കോളാണെന്നല്ലേ. ചിപ്പൂസിന് അറിയാവുന്ന കോള് മറ്റേ കോളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോളിൽ മീൻ കൃഷിയുണ്ട്. അപ്പോൾ മീനുകളൊക്കെ ഇപ്പോൾ എടുക്കാൻ ടൈമായി, വെള്ളം വറ്റിച്ചുകൊണ്ടിരിക്കാന്നൊക്കെ കേട്ടെ. ഇവിടെ നമുക്ക് ദൂരെ നോക്കി കഴിഞ്ഞാൽ കൊക്കുകൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാണാം. കറുത്ത കൊക്കും കണ്ട. നമ്മള് പൊതുവെ വെള്ളക്കൊക്കല്ലേ കാണാ, ഇവിടെ നിറച്ച് കറുത്ത കൊക്കുകളാ. കറുത്ത കൊക്കുകൾ കാണാം ഇവിടെ. കോളൊക്കെ പറ്റിച്ചിട്ട് എങ്ങനെ മീൻ ഇവിടെ അവർ പിടിക്കാന്ന്. ഇപ്പോൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണില്ല അല്ലേ. വീണ്ടും മിസ്സാവും, വീണ്ടും ശശിയാവും. ബ്ലിങ് ആവും, ശശിയാവും. ഇവിടെ നിറച്ച് കൊക്കുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ മീനുകളുണ്ടോ എന്ന് എന്തായാലും നോക്കാം നമുക്ക്. അവിടെ പറ്റി കഴിഞ്ഞാ ഇനിയിപ്പോ നിങ്ങൾക്ക് അത് കാക്കയാണോ കൊക്കാണോ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞങ്ങളിപ്പോ പോണത്. ഞാൻ ക്ലിയർ ചെയ്യാനല്ല കേട്ടോ പോണേ. പറയുന്നുണ്ടാവും കൊക്കല്ല കാക്കയാണെന്ന്. അപ്പൊ അത് നേരിട്ട് കാണിക്കാനാണ്. പൊക്ക തന്നെയാ. ഇപ്പൊ അത് പറക്കണം കണ്ടോ, വല്ല മീനുണ്ടോന്ന്. പറക്കണം. സേവ് ദ ഡേറ്റ് അങ്ങനത്തെ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഈ നടുക്ക് വന്ന് നിന്നാൽ മതി. ദൂരെ പോണേ അടിപൊളി. ഇങ്ങട്ടാ വരണേ അവര് കളി. നമ്മളടുക്കും തോറും എല്ലാം പറന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പൊ പറ്റി കഴിഞ്ഞ മൊത്തം മീനൊക്കെ എടുത്തു കഴിഞ്ഞിണ്ടാവും അല്ലേ. പൊടിയാ. ഭാഗ്യമില്ല. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ഭാഗ്യമില്ല, എല്ലാം വറ്റിച്ച് കഴിഞ്ഞു. അതാണ് കൊക്കള് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മീൻ എടുക്കണത് കാണാനും. കള്ള് എന്നിട്ട് കള്ള് കൊട അവിടെ കമത്തി വെച്ചിട്ടുണ്ട്. കള്ള് കുടിക്കണവർക്ക് കള്ള് കുടിക്കാം. അവിടെ കിട്ടോ നമുക്ക് വലുതും വേണ്ട. കള്ളുകുടം വെച്ചിട്ടുണ്ട് ഇവിടെ. കള്ള് വേണ്ടവർക്ക് ഇതെല്ലാത്തെങ്കിലും വെച്ചിട്ടുണ്ടാ. ചെത്തുകള്ള് കാണി ഞാൻ പറഞ്ഞ മേടിച്ച് കുടിക്കാം. നല്ല ചെത്തുകള് വേടാ.